ഫിഷിംഗ് ഗൈസ്. കേരളക്കരെ കാത്തിരുന്ന ആ വീഡിയോ ആണ്, എന്നൊന്നും പറയില്ല, എന്റെ സബ്സ്ക്രൈബേഴ്സ് കാത്തിരുന്ന ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം നമ്മൾ സ്ലിംഗ് ഷോട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ സത്യം പറഞ്ഞു വെച്ചാൽ വരാല് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോട്ടിക്ക് വന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ വലിയ വലിയ മീനുണ്ട്. ഞാൻ അങ്ങനെ വീട്ടിൽ പോയിട്ട് ഇത് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ കുറേ കമന്റ്സ് വരുന്നുണ്ട് എന്താണ് സ്ലിംഗ് ഷോട്ട് ചെയ്തതെന്ന്. പക്ഷെ നമ്മുടെ മീന് കാണണ്ട ഗൈസ്. സ്ലിംഗ് ഷോട്ട് എടുത്ത ദിവസം മീന് കാണില്ല, മീന് കാണുന്ന ദിവസം സ്ലിംഗ് ഷോട്ട് എടുക്കാറില്ല ഗൈസ്. ഞാൻ കയ്യിൽ ആഭരണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ ലൂസ്. എൻ്റെ കൈക്ക് സെറ്റല്ല ആക്ച്വലി, എന്നാലും നമ്മൾക്ക് കുഴപ്പമില്ല, നമ്മൾക്ക് പോയി നോക്കാം കേട്ടോ. ഒരു വലിയ മീനുകളിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം പോയി എടുത്തിട്ട് വന്നത്. ഇപ്പോൾ നോക്കണോ മീനിനൊന്നും കാണാം. അതാ കണ്ട വലിയ മീൻ പോണത്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മൂത്തിക്ക് വന്ന പ്രശ്നമാണ്. ഇതിങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇത് നിൽക്കട്ടോ, കറക്റ്റായിട്ടില്ലേ? ഇതിങ്ങനെ ഇല്ലേ, ഇവിടെ ഒരു ഹോളുണ്ട്, അതിൽ കൂടെ വരണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്കില്ലേ വലിയ മീനിനെ കണ്ട അവനെ അലക്കാട്ടാ. എവിടെ കണ്ട, ഇതാണ് പ്രശ്നം. നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഇട്ടുമ്പോൾ മീനിനെ കാണാനില്ല. ഒരു മീൻ വാടാ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ഗൈസ്. ഇവിടെയാണ് കുറേ മീനുള്ളത്. അതാ പോണു, വേണ്ട അതാ പോണു. അയ്യോ ഇതിലേതിലിപ്പോൾ വിടും. അയ്യോ അതാ പോണു. ഭയങ്കര സ്ലോ ആയിട്ട് പോയേട്ടാ. കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി നോക്കാം. ഈ സാധനം തിരിഞ്ഞ് വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് തിരിക്കുക? ഇങ്ങനെ ഗൈസ്. കുറച്ചധികം കഷ്ടമുണ്ട് ഈ സാധനം. എന്നാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ട് ഞാനിത് ചെയ്യാണ് കേട്ടോ. ഇത് കണ്ട, കുറച്ചധികം കഷ്ടമുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് പിടിച്ചിട്ടൊക്കെ ചെയ്യണമെന്തോ. ഇതൊക്കെ ചെയ്യണമെന്ന് സമ്മതിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു. നോക്കട്ടെ, ഇന്ന് നമുക്കൊരു മീനെങ്കിലും ഇതിൽ പിടിക്കണം, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഞാൻ ഇതിലൊരു മീൻ പിടിച്ചാൽ നിങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് പുകഴ്ത്തണം കേട്ടോ. ഓക്കെ, ഇനി എന്താ പറയുക സംഭവം, ഈ സാധനമില്ലേ, ഇതിൽ ഈ ഒരു സാധനമുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രമേ ഇതിങ്ങനെ പോവുള്ളൂ. കണ്ടോ? ഇനി നമ്മൾക്ക് ഒന്നുകൂടി വിടാം. ഇത് എന്നിട്ടില്ലേ, ഇത് ഇങ്ങനെ ഓക്കെ, ഇതിങ്ങനെ കറക്റ്റായി. എന്നിട്ട് ഈ ഒരു സംഭവമുണ്ട്, അതാണ് ഇതിൽ ഇങ്ങനെ ആക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾക്ക് വിടേണ്ടത്. ഇത് കുറച്ച് അധികം ടാസ്ക്കാണ് ഗൈസ്. മീൻ എവിടെ? അതാ പോകട്ടോ. ഒയ്യോ വലിയ മീൻ. പക്ഷെ അടുത്ത് കൂടെ പോടാ. ആരെങ്കിലും ഒന്ന് അടുത്ത് വാടാ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. അടുത്ത് കൂടെ വേറണില്ല കേട്ടോ ഒരുത്തനും. അതേ പോണ്ട്, പക്ഷെ നല്ല സ്പീഡിൽ പോണു ഗൈസ്. ഇതാ എടാ, ഒന്ന് നിക്കടാ, ഒന്ന് സഹകരിക്കടാ. അയ്യോ അത്ര സ്പീഡിൽ പോണില്ല കേട്ടോ. ഇത് കുറച്ച് പണിയാണ് ഗൈസ്, നല്ല പണിയാണ്. ഇതൊന്നും നമ്മൾക്കൊന്നും ഒരു മീൻ പിടിക്കാൻ പറ്റുമോ? ഇനി ഈ ബട്ടൺ പിടിച്ച് അമർത്തണം, എന്നിട്ട് ഇത് ചുറ്റണം. ഇത് തന്നെയാണ് ഒരു പ്രശ്നം ഗൈസ്. നമ്മൾക്ക് കാസ്റ്റ് ചെയ്യണതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് ചുമ്മാ നമ്മൾക്ക് സമയം കുറച്ച് പോയിക്കൊണ്ടേ ഇരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾക്കിതിൽ ഒരു മീൻ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ കുറച്ചുകൂടി ശക്തിയിൽ ഇനി വിടേണ്ടിയിരിക്കുന്നു. എവിടെ മീനുകളൊക്കെ എവിടെ? എടാ വാടാ, ഒരു മീനിനെ കാണിച്ചാ. ഒരു മീനിനെ എവിടെ? മീനുകളൊന്നും കാണാനില്ല ഗൈസ്. ഞാൻ വന്നപ്പോൾ ഇവിടെ വലുത് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാവേ. അയ്യോ നല്ല സ്പീഡിൽ ഓടുന്നെല്ലാം. ഇനി നമുക്കെന്നാൽ കുറച്ചു നേരം മിണ്ടാണ്ട് നിൽക്കാം. അവന്മാർ വരും നോക്കട്ടെ. അയ്യോ ഇവിടെ ഫുള്ള് ചെറിയ മീനാണ് കേട്ടോ. ആക്ച്വലി ഇവിടെയൊക്കെ വലിയ മീൻ ഉണ്ടായിരുന്നാണ് ഗൈസ്. ഇപ്പം എല്ലാം പോയി കേട്ടോ. അയ്യാ അതെന്തത് പോയില്ല. അത് പോവാതെന്തായിരുന്നു? പക്ഷെ കറക്റ്റ് സമയത്തിന് കാണുമ്പോൾ അത് പോവില്ല. ചക്ക അയ്യോ ശരിക്കും ചക്ക പോലത്തെ ഒരു സാധനമായിരുന്നു. അയ്യോ ഇതോ കണ്ടോ പോണ. അയ്യോ നമ്മുടെ കുരുത്തിൻ്റെ ഉള്ളിൽ കയറിയ ഭാഗ്യം. ഇത് ചുറ്റട്ടെ, അവൻ ഇവിടെ തന്നെയുണ്ട്. ഭയങ്കര പാട്. ഇതെന്താന്നാലും ഫാസ്റ്റ് പോവാത്തത്. ഇനി ഇത് വേറെ പഠിക്കണോ പഠിച്ചോനെ? ഞാൻ ഒന്നാമത്തെ മീൻ പിടിക്കാനേ ഇതുവരെ പഠിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഇതും കൂടി പഠിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പതുക്കലാണ് സംസാരിക്കണത്. അയ്യോ വലിയ മീൻ വാടാ. കുറച്ചുകൂടി ഫോഴ്സിൽ വിടണം കേട്ടോ.
ഞാൻ മിണ്ടാണ്ട് പതുക്കെ സംസാരിക്കണം. ആരും കമൻറ്റ് ചെയ്യരുത് സംസാരിക്കണോണ്ട് മീൻ വരാത്തേന്ന്. അതോ പോണു ചക്ക പോലത്തെ മീൻ. അയ്യോ അവൻ പതുക്കെ പോവാൻ പറ അവനെ. പോണ് നോക്ക് എത്ര വലിയ സാധനം ഗായ്സ്. ശരിക്കും ചക്ക പോലത്തെ മീൻ. അയ്യോ പൊട്ടി ഇതിങ്ങനെ വന്ന് ഉന്നം കുറച്ചുകൂടി കറക്റ്റ് ആക്കണം കേട്ടോ. ഉന്നം മെയിനാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾക്ക് ഇനിയും പ്രാക്ടീസ് ആവശ്യമാണ്. നമ്മളെ ചൂണ്ടാനേ മെല്ലെ പഠിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഇനി ഇതും കൂടി പഠിക്കാൻ എനിക്ക് വയ്യ. രാത്രിയായിട്ട് അതുകൊണ്ട് നമുക്ക് കണ്ണ് കാണുന്നില്ല ഗൈസ്. മിസൈൽ വിട്ട പോലെയാണ് മീനുകൾ പോണത്. ഇവന്മാർക്ക് കുറച്ച് പതുക്കെ പൊക്കിയോടെ അല്ലേ. വലിയ മീനൊക്കെ റോക്കറ്റ് പോണ പോലെയാണ് പോണത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം നമ്മളെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മീൻ കിട്ടണമെന്നൊന്നും ഇല്ല. സോ നമ്മൾക്ക് ഡെയിലി ഇനി ഞാൻ വരുമ്പോൾ റോഡ് എടുത്തിട്ട് വരും, എൻ്റെ കുരുത്തി എടുത്തിട്ട് വരും, ഈ സാധനം എടുത്തിട്ട് വരും, തീറ്റ കുറേ എടുത്തിട്ട് വരും, പെല്ലറ്റ്സ് എടുത്തിട്ട് വരും, വേണമെങ്കിൽ കുറച്ച് മീനും കൂടി കൊണ്ടുവരാം. ഇനി ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അതുക്കും മേലെ വലിയ സാധനങ്ങൾ. ഓ ഞാൻ ആദ്യം ഇവിടെ പാമ്പില്ലാത്ത സ്ഥലം പോയി. ഓ മൈ ഗോഷ് വലിയ തൂളി. നോക്ക് എത്ര വലിയ സാധനങ്ങൾ. ഓ ഇതൊക്കെ വറുക്കാൻ പറ്റല്ലേ. ഇവിടെ എന്ത് നോക്ക് അത് നോക്ക് മണ്ടയിൽ ഒരു സാധനമായിട്ട് പോണത്. ഇവിടെ നോക്ക്. അയ്യോ ഗായ്സ് ഇത് നോക്ക്. ഞാൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. ഇത് എത്രയും മീനിൻ്റെ പടച്ചോനീ. അതെന്താ? അയ്യോ മറ്റേ മീനാണ് തോന്നുന്നുണ്ട്. അയ്യോ ഒരു ലോഡ് മീൻ ഗായ്സ്. ഇത് നോക്ക് പടച്ചോനീ. ആദ്യമായിട്ട് ഇത്ര കാണുന്നത്. ഒല്ല ഇത് നോക്ക്. ആ കുട്ടികൾ നോക്ക് ഇങ്ങനെ വട്ടം വെക്കണത്. അയ്യോ നമ്മളിവിടെ വന്നിട്ട് വെട്ടു. അയ്യോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പാമ്പ് പോണ്. അതോ പാമ്പ് നോക്ക്. പാമ്പിന്റെ വായിൻ്റെ ഉള്ളിൽ ചെറിയ മീനിന്റെ കുട്ടി കണ്ടാ. നമ്മൾ മീൻ പിടിച്ച് രാത്രി ആയിട്ടോ. അപ്പോഴാണ് നമ്മുടെ കാറിൽ 4 കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തായാലും നമ്മൾക്ക് കുപ്പി ചൂണ്ടി ഇടാന്ന് വിചാരിച്ചു. പിന്നെ രാത്രി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്തായാലും 4 കുപ്പിയിൽ നമ്മൾ കുപ്പിച്ചൂണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇന്ന് മീനൊന്നും കിട്ടിയില്ലേ എന്ന് കമന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുരുത്തി വെച്ചിട്ട് അടിപൊളി ഇത് കണ്ടോ. സിൽക്ക് കളർ മീനിനൊക്കെ പിടിച്ചോ. അയ്യോ അതെവിടെ പോയി? ഇതിൽ തന്നെ പോയാ? ഇനി കാണാനില്ല കേട്ടോ. കണ്ടോ കുറേ മീൻ. ഞാൻ ഇതൊക്കെ സൂപ്പറായിട്ട് കുരുത്തി വെച്ച് പിടിച്ചാണ് കേട്ടോ. പക്ഷെ ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇതില് അയ്യോ കടുവിന്റെ കുട്ടി ഉണ്ട് കേട്ടോ. അവൻ്റെ കുത്തു കിട്ടാനാണ് എനിക്ക് പേടി. ബാക്കിയൊക്കെ കയറി വന്നു. ഓ കണ്ട ഗൈസ് ഇതിന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ അടിപൊളി മീന്. ഇത് കാണിച്ചുതരാം. ഇത് കണ്ട. അയ്യോ പരലല്ല. അതേ കടുവാണോ? കണ്ട അടിപൊളി ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം. കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇത് നോക്ക് കണ്ടോ ഗൈസ്. അപ്പൊ എൻ്റെ ഉണ്ടായിരുന്ന 4 കുപ്പി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ കുപ്പിച്ചോണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കുരുത്തിയിൽ പിടിച്ച മീനെല്ലാം നല്ല രീതിക്ക് ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ കുപ്പിച്ചോണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ പോയാലേ അറിയുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുപ്പിച്ചോണ്ട് ഇട്ടതിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ. അപ്പൊ നമുക്ക് നാളെ രാവിലെ പോയി നോക്കാം. അപ്പൊ അതിന്റെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പൊ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.